ടെയിൽ റിക്കർഷനിൽ എന്താണ് ഫംഗ്ഷൻ കോൾ, ലാസ്റ്റ് ഫംഗ്ഷൻ കോളിന് ശേഷം വേറെ ഇവാലുവേഷൻസ് ഒന്നും നടക്കുന്നില്ല. വേറെ ഇവാലുവേഷൻസ് ഒന്നും നടക്കാത്തത് കൊണ്ട് ദർ ഇസ് നോ നീഡ് ഓഫ് ടു കീപ് ദ റെക്കോർഡ് ഓഫ് പ്രീവിയസ് സ്റ്റേറ്റ്. ഇനി വേറൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. ഈ ടെയിൽ റിക്കർഷൻ പോലെ തന്നെ വേറൊരു റിക്കർഷൻ ഉണ്ട്, നോൺ ടെയിൽ റിക്കർഷൻ. നോൺ ടെയിൽ റിക്കർഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഫംഗ്ഷൻ കോളിന് ശേഷമുള്ള ഇവാലുവേഷൻസിനെ കുറിച്ച് കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ, next is non-tail recursion. Non-tail recursion means the recursive call is not the last thing done by the function. Recursive call is not the last thing done by the function. Example വെച്ച് നോക്കാം. Execution starts at main, so main stackലേക്ക് push ചെയ്തു, fun of 3 call ചെയ്തു, then control of function definitionലേക്ക് പോയി, fun of 3 call ചെയ്തപ്പോഴത്തേക്ക് function 3 stackലേക്ക് push ചെയ്തു. ഇവിടെ n-ന്റെ വാല്യൂ 3 ആയി. 3 equal to 0 അല്ല, കണ്ടീഷൻ ഫാൾസ് ആണ്. ഫൺ ഓഫ് 3 minus 1 2, ഫൺ ഓഫ് 2, സോ ഫൺ ഓഫ് 2 ആയി. അപ്പോൾ അത് ഫൺ ഓഫ് 2നെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. പ്രിന്റ് ഓഫ് പെർസെൻറ്റേജ് ഡി ഓഫ് എൻ എന്ത് പ്രിന്റ് ചെയ്തു? 2 പ്രിന്റ് ചെയ്തു. ദെൻ പെർസെൻറ്റേജ് ഡി എൻ്റെ അവിടെ അപ്പോൾ 2 പ്രിന്റ് ചെയ്തു. നെക്സ്റ്റ് ഫൺ ഓഫ് നെക്സ്റ്റ് ഫൺ ഓഫ് ഇപ്പോൾ ഫൺ ഓഫ് 2 ആണല്ലേ. നെക്സ്റ്റ് വീണ്ടും ദെൻ ഇവിടെ എന്നിൻ്റെ വാല്യൂ 2 ആയി. 2 equal to 0 ആണോന്ന് ചെക്ക് ചെയ്തു, അല്ല. എൽസ് ഫൺ ഓഫ് 2 minus 1, ഇപ്പോൾ ഫൺ ഓഫ് 1 സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. പ്രിന്റ് ഓഫ് എൻ 2 minus 1 പ്രിന്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ 1 പ്രിന്റ് ചെയ്തു. അതിനുശേഷം അപ്പോൾ നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, ഫൺ ഓഫ് n minus 1, ഫൺ ഓഫ് n minus ഫൺ ഓഫ് n minus 1 എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ കോളിന് ശേഷം ദർ ഇസ് സംതിങ് ടു ഗെറ്റ് ഇവാലുവേറ്റഡ് അല്ലേ, ദർ ഇസ് സംതിങ് ടു ഇവാലുവേറ്റ്. ദിസ് ഇസ് കോൾഡ് നോൺ ടെയിൽ റിക്കർഷൻ. ഇവിടെ ഫൺ ഓഫ് n minus 1 കോളിന് ശേഷം ദർ ഇസ് സംതിങ് ടു ഇവാലുവേറ്റ്, സോ ദിസ് ഇസ് കോൾഡ് നോൺ ടെയിൽ റിക്കർഷൻ. ഇനി നോൺ ടെയിൽ റിക്കർഷന് വേറൊരു എക്സാമ്പിളും കൂടെ നോക്കാം. കണ്ടോ, ഇവിടെ നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, ഇവിടുത്തെ റിക്കർസീവ് കോൾ എന്ന് പറഞ്ഞാൽ ഫൺ n/2 കണ്ടോ. ഈ ഫൺ ഓഫ് n/2 ചെയ്തതിന് ശേഷം ആ വാല്യൂ വെച്ച് ഇവിടെ നമ്മൾ +1 ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. കണ്ടോ, എന്ത് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്? +1 ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു ഫംഗ്ഷൻ കോളിന് ശേഷം വി ആർ ഇവാലുവേറ്റിംഗ് +1. അതായത് ദർ ഇസ് സം ഇവാലുവേഷൻ ഹാപ്പനിങ് ആഫ്റ്റർ ദി ഫംഗ്ഷൻ കോൾ. ദിസ് ഇസ് കോൾഡ് നോൺ ടെയിൽ റിക്കർഷൻ. ഇപ്പോൾ പിടികിട്ടിയോ നോൺ ടെയിൽ റിക്കർഷൻ എന്താണ്? കണ്ടോ, ഇവിടെ ഫൺ ഓഫ് n/2 എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോളിന് ശേഷം ആ കിട്ടുന്ന എന്നിൻ്റെ വാല്യൂ വെച്ചിട്ട് വി ആർ ഇവാലുവേറ്റിംഗ് +1. ദാറ്റ് ഇസ് ആൻ ഇവാലുവേഷൻ. സോ ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ നോൺ ടെയിൽ റിക്കർഷൻ. ഇനി നമുക്ക് ഒന്നും കൂടെ കണ്ടോ, പ്രീവിയസ് എക്സാമ്പിൾ കണ്ടോ, ഇവിടെയും ഫൺ ഓഫ് n minus 1 കഴിഞ്ഞിട്ട് വി ആർ ഇവാലുവേറ്റിംഗ് സംതിങ്. സോ ദിസ് ഇസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഫോർ നോൺ ടെയിൽ റിക്കർഷൻ. ടെയിൽ റിക്കർഷൻ എടുക്കുമ്പോഴത്തേക്ക് റിക്കർസീവ് കോളിന് ശേഷം ലാസ്റ്റ് റിക്കർസീവ് കോളിന് ശേഷം ദർ ഇസ് നത്തിങ് ടു ഡു. കണ്ടോ, ഫൺ ഓഫ് n minus 1ന് ശേഷം നോ ഇവാലുവേഷൻ ഈസ് ഹാപ്പനിങ്, സോ ദർ ഇസ് നോ നീഡ് ടു കീപ് റെക്കോർഡ് ഓഫ് ദി പ്രീവിയസ് സ്റ്റേറ്റ്. സോ ദിസ് ഇസ് കോൾഡ് ടെയിൽ റിക്കർഷൻ. ടെയിൽ റിക്കർഷൻ എന്ന് വെച്ചാൽ ഫംഗ്ഷൻ കോൾ ഇസ് എ ലാസ്റ്റ് തിങ് ടു ബി ഡൺ, നോ ഫർദർ ഇവാലുവേഷൻ, ദർ ഇസ് നോ ഫർദർ ഇവാലുവേഷൻ ആഫ്റ്റർ ദാറ്റ് ഫംഗ്ഷൻ കോൾ, ആഫ്റ്റർ ദാറ്റ് റിക്കർസീവ് കോൾ. നോൺ ടെയിൽ റിക്കർഷനകത്ത് അങ്ങനെയല്ല. റിക്കർസീവ് കോളിന് ശേഷം there is something to get evaluated. That is called non-tail recursion. ഇനി നമുക്ക് അഡ്വാൻറ്റേജസ് നോക്കാം. റിക്കർഷൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. റിക്കർഷൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവറി റിക്കർസീവ് പ്രോഗ്രാം ക്യാൻ ബി മോഡൽ ഇൻ ടു എ ഇറ്ററേറ്റീവ് പ്രോഗ്രാം. ഏതൊരു പ്രോഗ്രാം നമ്മൾ റിക്കർഷൻ വെച്ച് എഴുതി കഴിഞ്ഞാലും അതിനെ നമുക്ക് ഐട്രേഷൻ വെച്ചിട്ട് ആ സെയിം പ്രോഗ്രാം എഴുതാനായിട്ട് പറ്റും. ഇനി ഇപ്പോൾ ഒരു ഫാക്ടോറിയലിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഐട്രേഷൻ വെച്ചാണ് ഫാക്ടോറിയൽ എഴുതുന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുന്നത് മെയിൻ ഫംഗ്ഷനും ഫാക്ടോറിയൽ ഫംഗ്ഷനും ഒരു തവണ പുഷ് ചെയ്താൽ മതി. പിന്നെ അതിനുശേഷം ആ ലൂപ്പാണ് റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഫാക്ടോറിയലിൻ്റെ പ്രോഗ്രാം നമ്മൾ ഐട്രേഷൻ വെച്ചാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. ഇനി സെയിം ഫാക്ടോറിയലിൻ്റെ പ്രോബ്ലം നമ്മൾ റിക്കർഷൻ വെച്ചാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓരോ ഫംഗ്ഷൻ കോളും നമ്മൾ എങ്ങോട്ടേക്ക് പുഷ് ചെയ്യണം? സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യണം. ലാസ്റ്റ് ഓരോ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ നമ്മൾ സ്റ്റാക്കിൽ നിന്ന് അതിനെ പോപ്പ് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ പറയുന്ന ഫാക്ടോറിയലിന്റെ കേസ് നമ്മൾ
ഐട്രേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മെയിൻ ഫംഗ്ഷനും ഫാക്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഒരു തവണ മാത്രം സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്താൽ മതി. അതിനുശേഷം ആ ലൂപ്പ് എക്സിക്യൂഷൻ അനുസരിച്ചിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടണത് അല്ലേ. റിക്കർഷന്റെ കേസിൽ ഫാക്ടോറിയൽ ഫംഗ്ഷൻ ഓരോ സബ് പ്രോബ്ലംസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടാണ് റിക്കർഷനിൽ ചെയ്യുക. അപ്പോൾ ഓരോ തവണ ആ ഫാക്ടോറിയൽ ഫംഗ്ഷൻ വിളിക്കുമ്പോഴും ആ ഓരോ ഫംഗ്ഷൻ സബ് റൂട്ടീൻ കോൾ ചെയ്യുമ്പോഴും അതിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്കിവിടെ മോർ മെമ്മറി സ്പേസ് നീഡഡ് ആണ്. റിക്കർഷനിൽ നമുക്ക് സ്റ്റാക്ക് സ്പേസ് കൂടുതൽ വേണം. ആ സമയത്ത് നമ്മൾ ഐട്രേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഫാക്ടോറിയൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാക്ക് സ്പേസ് കുറച്ച് മതി. കണ്ടോ, നമുക്ക് കുറച്ച് സ്റ്റാക്ക് സ്പേസ് മതി. വി നീഡ് ലെസ് സ്പേസ്. ആ സമയത്ത് നമ്മൾ ഈ ഫാക്ടോറിയലിന്റെ പ്രോഗ്രാം നമ്മൾ റിക്കർഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വി നീഡ് മോർ സ്റ്റാക്ക് സ്പേസ്, വി നീഡ് ലോട്ട് ഓഫ് മെമ്മറി. അതാണ് ഒരു ഡിഫറൻസിയേഷൻ. വേറൊരു ഡിഫറൻസിയേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ലൈൻസ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐട്രേഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമ്പർ ഓഫ് ലൈൻസ്, പ്രോഗ്രാമിന്റെ ലൈൻസ് കൂടുതലായിരിക്കും. ഇനി റിക്കർഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് പ്രോഗ്രാംസിന്റെ ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് നമ്പർ ഓഫ് ലൈൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അഡ്വാൻറ്റേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ റിക്കർസീവ് പ്രോഗ്രാംസ് ആർ മോർ എലഗൻറ്റ് ദാൻ ഐട്രേഷൻ. അതായത് ഐട്രേറ്റീവ് പ്രോഗ്രാം, അതായത് എന്താ പറയുക, നമ്മളൊരു പ്രോഗ്രാം റിക്കർഷൻ വെച്ച് എഴുതി കഴിഞ്ഞാൽ ആ സെയിം പ്രോഗ്രാം നമുക്ക് ഐട്രേഷൻ വെച്ച് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. അതുപോലെ വൈസ് വേഴ്സ തിരിച്ചും നമുക്ക് എഴുതാനായിട്ട് പറ്റും. റിക്കർഷൻ വെച്ചിട്ടാണ് നമ്മൾ പ്രോഗ്രാം എഴുതുന്നുണ്ടെങ്കിൽ അതിൽ നമ്പർ ഓഫ് ലൈൻസ് കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ റിക്കർഷൻ ഇസ് മോർ എലഗന്റ് എന്ന് പറയുന്നത്. ബിക്കോസ് ദ നമ്പർ ഓഫ് പ്രോഗ്രാം ലൈൻസ് ഈസ് വെരി ലെസ്. ഇനി ഡിസഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഐട്രേഷന് സ്റ്റാക്ക് സ്പേസ്, മെമ്മറി സ്പേസ് കുറച്ച് മതി. റിക്കർഷൻ വെച്ച് ചെയ്യുമ്പോൾ വി നീഡ് മോർ മെമ്മറി സ്പേസ്. സോ അതാണൊരു ഡിസഡ്വാൻറ്റേജ്. ഓക്കെ, ഇതാണ് റിക്കർഷന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. നോൺ ടെയിൽ റിക്കർഷന്റെ കേസിൽ ദർ ഇസ് സംതിങ് ടു ഡു ആഫ്റ്റർ ദി റിക്കർസീവ് കോൾ അല്ലേ. സോ ഇവിടെ നമ്മൾ മാക്സിമം സ്റ്റാക്ക് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും നോൺ ടെയിൽ റിക്കർഷന്റെ കേസിൽ. ബിക്കോസ് റിക്കർസീവ് കോളിന് ശേഷം ദർ ഇസ് സംതിങ് ടു ഗെറ്റ് ഇവാലുവേറ്റഡ്. അതുകൊണ്ട് നമുക്ക് സ്റ്റാക്ക് എന്ന് പറഞ്ഞ ഡേറ്റ സ്ട്രക്ചറിന്റെ യൂട്ടിലൈസേഷൻ നല്ലപോലെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ബട്ട് ഇൻ കേസ് ഓഫ് ടെയിൽ റിക്കർഷൻ ഈ റിക്കർസീവ് ഫംഗ്ഷൻ കോളിന് ശേഷം ദർ ഇസ് നത്തിങ് ടു ഗെറ്റ് ഇവാലുവേറ്റഡ്. ഒന്നും നമ്മൾ പ്രത്യേകിച്ച് ഇവാലുവേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മൾ സ്റ്റാക്ക് സ്പേസ് കൂടുതൽ യൂട്ടിലൈസേഷൻ ഇവിടെ ഇല്ല, യൂട്ടിലൈസേഷൻ കുറവാണ്. ടെയിൽ റിക്കർഷനിൽ സ്റ്റാക്കിന്റെ യൂട്ടിലൈസേഷൻ കുറവും നോൺ ടെയിലിൽ കുറച്ചും കൂടി യൂട്ടിലൈസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും സ്റ്റാക്ക് സ്പേസ്. സോ recursion means a function called within itself. Recursion are of 4 types: direct recursion, indirect recursion, tail recursion and non-tail recursion. Direct recursion means a function is called within itself. Indirect recursion example നിങ്ങൾ കണ്ടു, tail and non-tail നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ നോക്കിക്കേ, iteration and recursion are equally powerful. അപ്പോൾ iteration വെച്ച് എഴുതുന്ന ഏത് പ്രോഗ്രാം നമുക്ക് റിക്കർഷൻ യൂസ് ചെയ്ത് എഴുതാൻ പറ്റും. അതുപോലെ വൈസ് വേഴ്സ റിക്കർഷൻ വെച്ച് എഴുതുന്ന ഏത് പ്രോഗ്രാം നമുക്ക് ഐട്രേഷൻ വെച്ചിട്ട് എഴുതാനായിട്ട് പറ്റും. ഡിഫറൻസ് എവിടെയാണ്? റിക്കർഷന്റെ കേസിൽ വി നീഡ് മോർ മെമ്മറി സ്പേസ്. എക്സാമ്പിൾ വെച്ചിട്ട് നേരത്തെ കണ്ടല്ലോ, ഐട്രേഷൻ വെച്ചിട്ടാകുമ്പോൾ വി നീഡ് ലെസ് മെമ്മറി സ്പേസ്. റിക്കർഷൻ വെച്ച് പ്രോഗ്രാം ഇസ് മോർ എലഗന്റ് ബിക്കോസ് ലെസ് നമ്പർ ഓഫ് ലൈൻസ് മതി. ഐട്രേഷനിലാകുമ്പോഴത്തേക്ക് വി നീഡ് പ്രോഗ്രാമിംഗ് ലൈൻസ് വിൽ ബി കുറച്ചുകൂടി കൂടുതലായിരിക്കും വേണ്ടുന്നത് കേട്ടോ. അപ്പോൾ this is all about recursion. Then tail recursion means no computation follows a recursive call. There is no computation after a recursive call. This is called tail recursion. Tail recursion example ഇവിടെ GCD വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, GCD ഇവിടെ GCD എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ശേഷം there is ഈ ഫംഗ്ഷൻ കോളിന് ശേഷം there is no computation happening. Then continuation passing style. Continuation passing style എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കണ്ടായിരുന്നു. CC, call CC.
ഇവിടെ നോക്കി ഒരു പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ കണ്ടിന്യൂഷൻ പാസിംഗ് സ്റ്റൈൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സെയിം കാര്യം തന്നെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റും. കണ്ടിന്യൂഷൻ പാസിംഗ് സ്റ്റൈൽ ഇൻ ദ സെൻസ് ഇവിടെ നമ്മൾ സബ് പ്രോഗ്രാമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആ സബ് പ്രോഗ്രാമിനെ വെച്ച് ചെറിയൊരു ജോലി ചെയ്യിക്കുന്നു. അതിൻ്റെ ഔട്ട്പുട്ട് വെച്ചിട്ടാണ് പിന്നെ നമ്മൾ നെക്സ്റ്റ് റിക്കർസീവ് കോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു that is called continuation passing style. ഇവിടെ ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി. ഇവിടെ കണ്ടോ ഈ പോർഷൻ കണ്ടോ, ഈ പോർഷനാണ് നമ്മൾ ബേസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. എന്താണ് ബേസ് കണ്ടീഷൻ? ബേസ് കണ്ടീഷൻ ആണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് റിക്കർസീവ് പ്രൊസീജിയർ എപ്പോൾ സ്റ്റോപ്പ് ചെയ്യണം. ആൻഡ് ദിസ് പോർഷൻ ഇസ് കോൾഡ് റിക്കർസീവ് കോൾ ഏരിയ. കണ്ടോ, this is called recursive call area and this portion is called base condition. അപ്പോൾ ഈ recursive call എപ്പോൾ സ്റ്റോപ്പ് ചെയ്യണം എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ ബേസ് കണ്ടീഷൻ ആണ് അല്ലേ, ഈ ഒരു ഏരിയ ആണ്. നെക്സ്റ്റ് ടോപ്പിക് ഇസ് നോൺ ഡിറ്റർമിനൻസി. Non-determinancy means a non-deterministic construct is one in which the choice between the alternatives is deliberately unspecified. For example പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടതാണ് ഹൗ ക്യാൻ വി ഇവാലുവേറ്റ് ആൻ എക്സ്പ്രഷൻ അല്ലേ. ഒരു എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും എന്നുള്ളത്. നമുക്ക് ചില പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ലെഫ്റ്റ് റൈറ്റ് ഇവാലുവേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചില പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് റൈറ്റ് ടു ലെഫ്റ്റ് ഇവാലുവേഷൻ ആണ് സപ്പോർട്ട് ചെയ്യണത്. ചില പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ ഏത് ഓർഡറിൽ വേണേലും കമ്പൈലറിന് ചൂസ് ചെയ്യാം ഏത് ഓർഡറിൽ ഇവാലുവേറ്റ് ചെയ്യണം എന്നുള്ളത്. സോ നോൺ ഡിറ്റർമിനൻസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഓർഡറിൽ ഇവാലുവേറ്റ് ചെയ്യണം എന്നുള്ളത് അൺസ്പെസിഫൈഡ് ആണ്. ലെഫ്റ്റ് റൈറ്റ് എന്നോ റൈറ്റ് ടു ലെഫ്റ്റ് ഇവാലുവേഷൻ എന്നോ സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഇസ് ഡെലിബറേറ്റ്ലി അൺസ്പെസിഫൈഡ്. അതായത് കമ്പൈലറിന് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യാം, എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്യാം. അതായത് ഫാസ്റ്ററായിട്ട് കോഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സൈഡ് എഫക്ട്സ് ഇല്ലാതെ സൈഡ് എഫക്ട്സ് എന്താണെന്നറിയാലോ, സൈഡ് എഫക്ട്സ് ഇല്ലാണ്ട് ഫാസ്റ്ററായിട്ട് കോഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇവാലുവേഷൻ ഓർഡർ കമ്പൈലറിന് ചൂസ് ചെയ്യാം. അത് ചിലപ്പോൾ ലെഫ്റ്റ് റൈറ്റ് ആകാം അല്ലെങ്കിൽ റൈറ്റ് ലെഫ്റ്റ് ആകാം. അതിനെയാണ് എന്തെന്ന് പറയുന്നത് നോൺ ഡിറ്റർമിനൻസി. അപ്പോൾ ചില പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ സ്പെസിഫൈഡ് ആയിരിക്കും എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യേണ്ട ഓർഡർ എങ്ങനെയാണെന്നുള്ളത്. ചില പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ ഇറ്റ് ഇസ് അൺസ്പെസിഫൈഡ്. അങ്ങനെ അൺസ്പെസിഫൈഡ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ കമ്പൈലർ ക്യാൻ ചൂസ് വിച്ച് ഇവാലുവേഷൻ ഇസ് നീഡഡ് ഫോർ ദി ഫാസ്റ്റ് ജനറേഷൻ ഓഫ് ദി code or for the code improvement. This is called non-determinancy. അതുപോലെ തന്നെയാണ് ഒരു ഫംഗ്ഷൻ കോളിൽ ആർഗ്യുമെന്റ്സ് ഉണ്ടാവും അല്ലേ. ആർഗ്യുമെന്റ്സിന്റെ ഓർഡർ എടുക്കുമ്പോഴത്തേക്ക് ഇതിൽ ഏത് ആർഗ്യുമെന്റ് ആദ്യമേ ഇവാലുവേറ്റ് ചെയ്യണം. ഈ ഫംഗ്ഷനകത്തുള്ള പാസ് ചെയ്തിരിക്കുന്ന ആർഗ്യുമെന്റ്സ് തന്നെ ഏത് ഓർഡറിൽ ഇവാലുവേറ്റ് ചെയ്യണം. ഫസ്റ്റ് ഈ ആർഗ്യുമെന്റ് എടുക്കണോ അതോ ഈ ആർഗ്യുമെന്റ് എടുക്കണോ ഇവാലുവേഷന് വേണ്ടിയിട്ട്. അതും എന്താണ്, ആ ഇവാലുവേഷൻ ഓർഡറും അൺസ്പെസിഫൈഡ് ആയിരിക്കും. ചോയ്സ് ഓഫ് ഓൾട്ടർനേറ്റീവ്സ് അൺസ്പെസിഫൈഡ് ആയിരിക്കും. ദാറ്റ് ഇസ് കോൾഡ് നോൺ ഡിറ്റർമിനൻസി. അങ്ങനെ അൺസ്പെസിഫൈഡ് ആയിട്ടുള്ള കേസിൽ കമ്പൈലർ ഇറ്റ്സെൽഫ് വിൽ ഡിസൈഡ് ഏത് ഇവാലുവേഷൻ ഓർഡർ വേണം. ഫാസ്റ്റായിട്ട് ഒബ്ജക്റ്റ് കോഡ് ജനറേറ്റ് ചെയ്യാനും കോഡ് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടും കോഡ് ഒപ്റ്റിമൈസേഷന് വേണ്ടിയിട്ടും ഒക്കെ ഏത് ഓർഡർ അഡോപ്റ്റ് ചെയ്യണമെന്നുള്ളത് കമ്പൈലർ ആയിരിക്കും അവിടെ തീരുമാനിക്കുക. ദാറ്റ് ഇസ് കോൾഡ് നോൺ ഡിറ്റർമിനൻസി. കണ്ടോ, in most of the language operator or subroutine arguments may be evaluated in any order. ഏത് ഓർഡറിൽ വേണേലും ഇവാലുവേഷൻ ചെയ്യാം. That is called non-determinancy. Because of the code improvement, most of the languages say the order of evaluation of the operands and arguments is undefined. Java and C# require left-to-right evaluation always, but compiler can choose whatever order. ഇവ left-to-right evaluation ആണ് ജാവയും C# ലെഫ്റ്റ് റൈറ്റ് ഇവാലുവേഷൻ ആണ് കൂടുതലും ചെയ്യുന്നുണ്ടെങ്കിലും കമ്പൈലർ ക്യാൻ ചൂസ് വാട്ട് എവർ ഓർഡർ വിച്ച് റിസൾട്ട് ഇൻ എ ഫാസ്റ്റർ ഒബ്ജക്റ്റ് കോഡ്. ഫാസ്റ്റായിട്ട് ഒബ്ജക്റ്റ് കോഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഇവാലുവേഷൻ എടുക്കണം എന്നുള്ളത് കമ്പൈലർക്കും ഡിസൈഡ് ചെയ്യാം. ഈവൻ ദോ ജാവയിലും C# ലെഫ്റ്റ് റൈറ്റ് ഇവാലുവേഷൻ ആണെങ്കിൽ പോലും. ഇനി കമ്പൈലർ തന്നെ ഏതൊരു ഇവാലുവേഷൻ ഓർഡർ ചൂസ് ചെയ്യുമ്പോഴും രണ്ട് കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കണം. സൈഡ് എഫക്ട്സ്
സൈഡ് അങ്ങനെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ. സൈഡ് എഫക്ട്സ്, കോഡ് ഇംപ്രൂവ്മെന്റ്, രജിസ്റ്റർ അലോക്കേഷൻ, ഈ കാര്യങ്ങളെല്ലാം കണ്ടോ. സൈഡ് എഫക്ട്സ്, കോഡ് ഇംപ്രൂവ്മെന്റ്, കോമൺ സബ് എക്സ്പ്രഷൻ എലിമിനേഷൻ, രജിസ്റ്റർ അലോക്കേഷൻ, ഇതെല്ലാം നോക്കിയിട്ട് വേണം കമ്പൈലർ ഓർഡർ ഓഫ് ഇവാലുവേഷൻ ചൂസ് ചെയ്യാനായിട്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്രഷൻ ഇവാലുവേഷനിൽ കണ്ടതാണ്. സോ ദിസ് ഇസ് കോൾഡ് നോൺ ഡിറ്റർമിനൻസി. നോൺ ഡിറ്റർമിനൻസി മീൻസ് ദ ഓർഡർ ഓഫ് ഇവാലുവേഷൻ അല്ലെങ്കിൽ ഹൗ ടു ഇവാലുവേറ്റ് ദ alternatives is deliberately unspecified. സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവില്ല. ഹൗ ടു ഇവാലുവേറ്റ്, അതിന് എക്സാമ്പിൾ ആണ് ഇവാലുവേഷൻ ഓഫ് എൻ എക്സ്പ്രഷൻ. ഒരു എക്സ്പ്രഷൻ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യണം, ലെഫ്റ്റ് ടു റൈറ്റ് ആണോ, റൈറ്റ് ടു ലെഫ്റ്റ് ഓർഡർ ഓഫ് ഇവാലുവേഷൻ ആണോ എന്നുള്ളത് ഇസ് ഡെലിബറേറ്റ്ലി അൺസ്പെസിഫൈഡ്. ഏത് ഓർഡർ ഓഫ് ഇവാലുവേഷൻ എടുക്കണം എന്നുള്ളത് അൺസ്പെസിഫൈഡ് ആയിരിക്കും. സോ ദാറ്റ് ഇസ് കോൾഡ് നോൺ ഡിറ്റർമിനൻസി. പക്ഷേ ഈ ബ്രാക്കറ്റ്സ് വരുന്ന എക്സ്പ്രഷൻസ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തുള്ള കൺഫ്യൂഷൻ ഇല്ല, ആംബിഗിറ്റി അവിടെ വരുന്നില്ല ഒരിക്കലും. ബ്രാക്കറ്റ് ഇവാലുവേഷൻ ഒരു പെർട്ടിക്കുലർ റൂൾ ഉണ്ട്, അതിനനുസരിച്ച് ബ്രാക്കറ്റ് ഇവാലുവേഷൻ അതിനനുസരിച്ചിട്ടായിരിക്കും ബ്രാക്കറ്റ്സ് ഉള്ള എക്സ്പ്രഷൻസ് ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത്. ഈ നോൺ ഡിറ്റർമിനൻസി കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് ബ്രാക്കറ്റ്സ് ഇല്ലാത്ത എക്സ്പ്രഷനെ ആയിരിക്കും കൂടുതൽ എഫക്റ്റ് ചെയ്യണത്.